വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. ഇന്ന് ഞാനൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് കറിയും ചിക്കൻ കറിയും ഉണ്ടാക്കി വെക്കുകയാണ്. അതിന് ഇപ്പോൾ ബീഫ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് കറിക്കും ചിക്കൻ കറിക്കും വലിയ പണിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാജിക് മസാല ഉള്ളതുകൊണ്ട് ഇത് കഴുകണ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബീഫ് കഴുകി വാറ്റ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയും ബീഫ് കറിയും നമ്മുടെ മാജിക് മസാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാജിക് മസാല റമദാൻ്റെ ടൈമിലൊക്കെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കലുണ്ട്. ഞാൻ വീഡിയോ ഇട്ടപ്പോൾ 1 കിലോത്തിൻ്റെ റെസിപ്പി വെച്ചിട്ടാണ് ഇട്ടിരുന്നത്. ഇതൊരു 3-4 കിലോ ഉണ്ട്. പിന്നെ മസാല ഉണ്ടാക്കുന്ന മിക്ക സാധനങ്ങളും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല. തക്കാളി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചിക്കനിലേക്ക് ഇത് ചേർത്തിട്ട് ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാജിക് മസാല ഉള്ളത് കൊണ്ട് നമ്മുടെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചിക്കൻ മസാല ബീഫ് മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തന്നെയാണ് എടുക്കൽ. വേറെ സവാള അരിയാനൊന്നും നിൽക്കില്ല. അപ്പോൾ ചിക്കൻ കറിയും മട്ടൻ കറിയും അതായാലും ബീഫ് കറി ആയാലും നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ ഇനി സവാള വറ്റാനോ തക്കാളി അരിയാനോ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊന്നും അരിയാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മസാല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബീഫ് കറി കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാജിക് മസാല എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാജിക് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ പണികളൊക്കെ ടപ്പേന്ന് തീരും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ബീഫ് കറിയുടെ പണി കഴിഞ്ഞിട്ടാ. ബീഫ് കഴുകേണ്ട പണി മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ മാജിക് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് കുക്കറിലിട്ടിട്ട് കുക്കറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വിസിലടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ബീഫിൻ്റെ പണി. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. മസാല ഇട്ടിട്ട് കുക്കറിലിട്ട് ഇനി വിസിൽ വരുത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ചിക്കൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മാജിക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറിയുടെ പണി ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പണി കഴിഞ്ഞ് ഇനി പത്തിരി ചൂടാൻ നോക്കണം. ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി വാട്ടാൻ വേണ്ടിയിട്ട് പാത്രം വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണം കുറച്ച് പത്തിരി, കുറച്ച് പാലപ്പം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്ച്ചോറ്. സമയം ഉണ്ടെങ്കിൽ കുറച്ച് പുട്ടും ഉണ്ടാക്കാമെന്നുണ്ട്. അത് നമ്മുടെ സമയം പോലെ നോക്കാം.
ചൂടോടെ പത്തിരി ചൂടോടെ കുഴക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് കൊണ്ട് കുഴച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ മുമ്പ് പത്തിരിയുടെ റെസിപ്പി ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു ഈ ഒരു ഗ്ലാസ് കൊണ്ടിട്ടുള്ള കുഴക്കൽ. പത്തിരി ഉണ്ടാക്കാൻ നേരത്ത് മൊത്തത്തിൽ നമ്മൾ എത്ര പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് പൊടി ഫുള്ളായിട്ട് എടുക്കില്ല കേട്ടോ. ഞാൻ കുറേശ്ശെ എടുത്തിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ നമുക്ക് പണിയും ഭാരമായിട്ട് തോന്നില്ല. കാസറോളിൽ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രം വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് ചൂടാറാണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പത്തിരി വേർത്താലും ഈ സൈഡിലേക്ക് ഇതിൻ്റെ വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ കുറച്ച് നെയ്ച്ചോറും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് പാലപ്പത്തിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് അപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പം പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞ് ഇനി പാലപ്പത്തിൻ്റെ പണിയുള്ളൂ. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പാലപ്പം കേട്ടോ. റെസിപ്പി ഞാൻ പിന്നീടാം. അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ബീഫ് കേക്കാണ്. ബീഫ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല. പിന്നെ ഇതിൽ ചേർത്തേക്കുന്ന മസാല മാജിക് മസാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ സവാള ഒന്നും അരിയാൻ നിൽക്കുന്നില്ല. പിന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രെഡ് പിസ്സ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്നാക്സുകളാണ് കേട്ടോ.
പിന്നെ മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. ഇൻഷാ അള്ളാ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ആ ഒരു മസാല, മുട്ട മസാല വെച്ചിട്ട്, മുട്ട മസാല ആയിട്ടൊന്നുമില്ല, മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതിൽ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ അത് സമൂസ ഷീറ്റിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ്. അത് പൊരിച്ചെടുക്കുന്നതാണ്, എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ നോമ്പുറക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്രൈ ഐറ്റംസുകളൊക്കെ ഞാൻ ഈസി ആയിട്ടുള്ളതാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ചെയ്തെങ്കിലും ഞാൻ കുറേ നേരമൊന്നും കിച്ചണിൽ നിന്നിട്ടില്ല. ഒക്കെ ടപ്പേന്ന് കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ റവ വച്ചുന്നുണ്ട്. റവ വച്ചതിൽ പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം പിന്നെ താളിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും താളിക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ താളിക്കുന്നില്ല. മോനും വന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ, ഇളക്കി തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് മോൻ. ബീഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നുള്ളത് നാരങ്ങവെള്ളം കലക്കലാണ്. നാരങ്ങവെള്ളം കലക്കി പിന്നെ കുമ്മട്ടി ജ്യൂസ് അടിച്ച്, അപ്പോൾ അതൊക്കെയാണ് ചെയ്തേക്കണം. പിന്നെ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെക്കുന്നില്ല, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാണ്. കാരണം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിച്ചോളും. ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കേണ്ടി വരും ഫ്രൂട്ട്സുകളൊക്കെ. അപ്പോൾ ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് അരിഞ്ഞ് വെക്കലില്ല, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കലാണ്. അതാകുമ്പോൾ പിന്നെ ആരും മടിയില്ലാണ്ട് കഴിച്ചോളും. കറി എടുക്കാൻ നേരത്ത് ഞാൻ ഉരുളിയിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള മസാലകളും ചേർക്കും. നമ്മൾ ഇതിൽ കുരുമുളക് പൊടിയും പെരിഞ്ചീരപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതൊക്കെ ഈ സമയത്ത് ചേർക്കും. പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കും ഇറച്ചിക്കറി. ചിക്കൻ കറിയും അതേപോലെ തന്നെ എടുക്കാൻ നേരത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് വറ്റിച്ചെടുക്കും. ഇത് ഒരുപാട് വറ്റിക്കുന്നില്ല, ചിക്കൻ കറിക്കൊക്കെ ചാറ് വേണം. പിന്നെ എല്ലാം റെഡിയാക്കി ഞാനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്.
നോമ്പുറയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. നിസ്കാരത്തിന് ശേഷവും പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നോമ്പുറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അവസാനത്തെ പണി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. അതൊരു പണി തന്നെയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഏറ്റവും അവസാനം പാത്രം കഴുകണ പണിയും കഴിഞ്ഞ് അതൊരു പണി തന്നെയാണ് കേട്ടത്. ഫുഡ് ഉണ്ടാക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല, പക്ഷെ പാത്രം കഴുകൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.